ഒരു ഫൗണ്ടേഷനിൽ വലിയൊരു രീതിയിലൊരു തകർച്ച നമ്മുടെ ഈ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം തരാത്തതാണ് പ്രശ്നം. So you must definitely be answerable to the stuff that you're doing wrong. We were there and we can tell you the protesters were peaceful. അതിനിടയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എലിമെന്റ്സ് കയറ്റി ഗ്യാസ് ചെയ്ത് ടിയർ ഗ്യാസ് ഇട്ട് എന്നിട്ട് പോലും ഈ കൊച്ചുങ്ങൾ അവിടെ നിന്ന് അടി കൊണ്ടിട്ടുണ്ട് കുറെ പേര്. എവിടെ എത്തും? ഞാൻ ഫ്രീ ആണെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഇനി ഞാൻ എവിടെ എത്തും? ഞാൻ ഫ്രീ ആണെങ്കിൽ ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ യുവതലമുറയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. എഡ്യൂക്കേഷൻ എന്നതിൽ നിന്നും വളരെയധികം അഡ്വാൻറ്റേജ് നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ബേസിസിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ബിലീവ് എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഫോർ അസ് ടു ബിക്കം സക്സസ്ഫുൾ. ആ ഒരു ഫൗണ്ടേഷനിൽ വലിയൊരു രീതിയിലൊരു തകർച്ച നമ്മുടെ ഈ രാജ്യത്ത് നടക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് ചോദ്യം ചെയ്യുമ്പോൾ ഉത്തരം തരാത്തതാണ് പ്രശ്നം. സോ യു മസ്റ്റ് ഡെഫിനറ്റ്ലി ബി ആൻസറബിൾ ടു ദ സ്റ്റഫ് ദാറ്റ് യു ആർ ഡൂയിങ് റോങ്. നീറ്റ് പേപ്പേഴ്സ് ലീക്കായി, വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഹെഡിലിരിക്കുന്ന ആൾ റിസൈൻ ചെയ്യണമെന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. 20-ൽ പരം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇറ്റ്സ് മോർ ദാൻ 20 people who killed themselves because their dreams were destroyed. അങ്ങനെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പം ഒരു ജനാധിപത്യമായതുകൊണ്ട് നമ്മൾ അതിനെ അഗൻസ്റ്റ് പ്രതികരിക്കണം. അതാണ് നമ്മളുടെ ഒരു അവകാശമാണ്. ഇറ്റ് ഇസ് അവർ റൈറ്റ്. ആ റൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നില്ല, അതിനെ അടിച്ചമർത്താൻ നോക്കുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഉള്ളിൽ എണീക്കണം. ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോബ്ലം. Because she's a young girl, she's a Gen Z. Why are you doing this? Why are you here protesting? I think it's a basic right that we all need. Education, like you said, you have you found advantage in education. Absolutely. So have I, and I think everybody deserves it. And it's so sad that because of certain things that certain people are doing, it's taken away from. And it was a peaceful protest. വളരെ പീസ്ഫുൾ ആയി ഇന്ത്യയിലെ യുവതലമുറ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അവർ ഇത്രയും മോശമാക്കി, അത് വയലന്റ് ആക്കി, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയാൻ നോക്കുന്നത്, അടിച്ചമർത്താൻ നോക്കുന്നത്. I think we'll vouch for the people who are there. We were there and we can tell you the protesters were peaceful. അതിനിടയിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എലിമെന്റ്സ് കയറ്റി ഗ്യാസ് ചെയ്ത് ടിയർ ഗ്യാസ് ഇട്ട് എന്നിട്ട് പോലും ഈ കൊച്ചുങ്ങൾ അവിടെ നിന്ന് അടി കൊണ്ടിട്ടുണ്ട് കുറെ പേര്. പെണ്ണുങ്ങളെ അടിക്കാൻ പോകുമ്പോൾ ഇടയ്ക്കേറി ആണുങ്ങൾ അടി കൊള്ളുന്നു, അവരെ രക്ഷപ്പെടുത്തുന്നു. മീഡിയ, നിങ്ങളെപ്പോലുള്ള മീഡിയ, ഓൺലൈൻ സോഷ്യൽ മീഡിയ ആൾക്കാരാണ് അവിടെ ശരിക്കുള്ള ന്യൂസ് ലോകത്ത് എത്തിക്കുന്നത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മെയിൻ സ്ട്രീം മീഡിയ ഇത് എത്തിക്കുന്നില്ല. അവിടെ വേറെ ഫോൾട്ടേഡ് ആയിട്ടുള്ള നാരറ്റീവ്സ് ആണ് അവർ എത്തിക്കുന്നത്. നിങ്ങൾ കാണുന്ന കാര്യങ്ങളെയല്ല, അവർ പ്ലാന്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിനകത്ത് നടക്കുന്നത്. സോ നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാർ എപ്പോഴും ലൈവായിട്ട് വീഡിയോസ് ഡോക്യുമെന്റ് ചെയ്യാണ്. ആ ഡോക്യുമെന്റേഷൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ് എന്ന് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് ഇഫ് ദ യൂത്ത് ഓഫ് ടുഡേ ഡോണ്ട് സ്റ്റാർട്ട് റിയാക്ടിംഗ് ദ വേ ദോസ് കിഡ്സ് ആർ ഡൂയിങ് ഫോർ യു ഇൻ ഡൽഹി, ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഇസ് ബ്ലീക്ക്. And the way they are also putting it out there, because there are jammers everywhere. So they are running out of Jantar Mantar, putting it up and then coming back, and it's physically tiring, and also it's so difficult to get into that place because it's barricaded and there's so much security. So they're doing a good job. It's not easy at all. അവിടെ ഒരു ദിവസം പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ഷീണിച്ചു പോകും. അവിടെ 30 ദിവസത്തിൽ കൂടുതൽ ഇരിക്കുന്ന കണ്ടിന്യൂസ്ലി അതേ കൊച്ചുങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം, അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകരുത് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പം we want these kids to get justice. We want the education system to be overhauled. We believe that the ask is right. സോനം വാങ്ചുക്ക് വന്ന് 20 പരം ദിവസം അവിടെ സത്യാഗ്രഹം ഇരുന്നിട്ട് അദ്ദേഹം പിടിച്ചുകൊണ്ട് രീതി നിങ്ങൾ കണ്ടതല്ലേ? ഇങ്ങനെയാണോ ഒരു മാഗ്സസി അവാർഡ് വിന്നറിനെ എടുത്തുകൊണ്ട് പോകേണ്ടത്, ഒരു സയന്റിസ്റ്റിനെ കൊണ്ടുപോകേണ്ടത്? അതാണോ നമ്മുടെ രാജ്യം? സയന്റിസ്റ്റ് പ്രസിഡന്റ് ആയ ഒരു രാജ്യത്താണ് ഇങ്ങനെ നടക്കുന്നത്, ആയിരുന്ന ഒരു രാജ്യത്താണ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത്. സോ കാണുമ്പോൾ വിഷമമുണ്ട്. പിന്നെ എപ്പോഴും ഇത് മറ്റുള്ള ആൾക്കാർ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, ക്രിറ്റിസിസം അതാണ് ഇതാണെന്നൊക്കെ. ഇതൊരു പാർട്ടിയുടെ അഗൻസ്റ്റ് അല്ലാന്ന് ഞാൻ ഇന്നും പറയും. ബിക്കോസ് അന്നും ഇന്നും ഞാനൊരു പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഏതൊരു പാർട്ടിയും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് നിലപാടുണ്ട്. പക്ഷെ ഇത്തവണ ഈ റൂളിംഗ് പാർട്ടിയുടെ നിലപാട് അവർ എടുത്തിരിക്കുന്നത് തെറ്റാണ്. ധാർഷ്ട്യമുള്ളൊരു നിലപാടാണ്, ആരഗൻസ് ഉള്ള നിലപാടാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് കൂൾ, ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്, എസ്പെഷ്യലി വെൻ യു ലിവ് ഇൻ എ കൺട്രി ദാറ്റ് ഇസ് as large as India and democracy is our centerfold. So you understand what I'm saying? So ഇതിൽ എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് എന്നെ ആന്റി നാഷണലിസ്റ്റ് ആക്കിയോ എന്നെ രാജ്യദ്രോഹി ആക്കിയിട്ടൊക്കെ ഒരു കാര്യമില്ല. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി പാർട്ടി കണക്ഷൻസ്. ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ചെയ്തോളൂ. ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ ബിക്കോസ് ഇറ്റ് ഇസ് ലൈക്ക് വാട്ടർ ഓഫ് ദ ബേബീസ് ബാക്ക്. ഇറ്റ് ഡസന്റ് അഫക്ട് മീ ഇൻ എനി വേ. ബട്ട് യൂസ് യുവർ ബ്രെയിൻ അറ്റ് ലീസ്റ്റ്. നോ, നമ്മളിത് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അവർ കൺട്രി. കൺട്രി ബെറ്റർ ആയാൽ നമ്മളെല്ലാവരും ബെറ്റർ ആവും. ആൻഡ് സ്റ്റുഡൻസ് ബെറ്റർ ആയാൽ ദ ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ്.